ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇതിന് ഞെട്ടലിലാണ് മുന്നണികൾ. അവസാന കണക്കനുസരിച്ച് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് രണ്ടാമത്തെ തവണ പോളിംഗ് ചെയ്ത 77% നിന്നും 6.41% പോളിംഗ് ആണ് വയനാട്ടിൽ ഇടിവായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി വലിയ തരംഗമായി മാറിയില്ല എന്നാണ് ഇടതുപക്ഷം കണക്ക് കൂട്ടുന്നത്. ദീപക് മോഹൻ, പ്രിയങ്ക ഒരു തരംഗമായില്ലേ? അരുൺകുമാർ, കാടിളക്കിയുള്ള പ്രചരണങ്ങളാണ് ഇരു മുന്നണികളും നടത്തിയത്. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടാക്കിയതിൻ്റെ അങ്കലാപ്പിൽ തന്നെയാണ് മുന്നണികൾ. ഈ പൊതു തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത് UDF ക്യാമ്പിനെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തിയിട്ടുള്ളത്. കാരണം പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുമോ എന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് UDF ക്യാമ്പ് ഉള്ളത്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആണ്. മാത്രമല്ല മണ്ഡലം രൂപീകരിച്ച് 5 തവണ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടെങ്കിലും ഈ 5 തവണയും ഒന്നിലൊഴികെ ബാക്കി 4 തവണയും പോളിംഗ് ശതമാനം കുറഞ്ഞു വരുന്ന പ്രവണതയാണ്. 2019 രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനായി എത്തിയത്. അന്നാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഉയർന്നത്. അത് 80%-നടുത്തായിരുന്നു. ബാക്കിയുള്ള 4 തവണയും പരിശോധിക്കുകയാണെങ്കിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ് തന്നെ ഇരിക്കുകയാണ്. അതിൽ ഇക്കഴിഞ്ഞ, അതായത് ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 64 എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനമായി തന്നെയാണ്. മാത്രമല്ല ഈ LDF വോട്ടാണ് ബൂത്തിലെത്താതെ പോയതെന്ന് UDF-ഉം UDF-ന്റെ വോട്ട് കൃത്യമായി പെട്ടിയിലായിട്ടുണ്ടെന്നും തങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം, ഈ വന്യമൃഗശല്യം തുടങ്ങിയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് ബഹിഷ്കരണം പലയിടങ്ങളിലും ഉണ്ടായിരുന്നു. ആ ഇടങ്ങളിലെല്ലാം തന്നെ UDF-ന് വലിയ തോതിൽ വോട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. പോൾ ചെയ്യാതെ പോയത് ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ കണക്കുകൂട്ടൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് നമ്മൾ കണ്ടതാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ വലിയൊരു നിര തന്നെ വന്നു. പിന്നീട് ഓരോ ബൂത്ത് തലത്തിലും നിയോജക മണ്ഡലം തലത്തിലുമൊക്കെ വലിയ തലത്തിൽ ക്യാമ്പിങ്ങുകൾ നടത്തി. ഈ കർണാടകയിലും മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ കൃഷിക്കും വിദ്യാഭ്യാസത്തിനുമായി പോയ ആളുകളെ തിരികെ കൊണ്ടുവരാനൊക്കെ വിപുലമായ ഒരുക്കങ്ങൾ കോൺഗ്രസ് നടത്തിയിരുന്നു. പക്ഷേ പൊതുവെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് വലിയ ഒരു ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ക്യാമ്പിൽ. UDF മാത്രമല്ല ഈ NDA-യും CPM-ഉം ഇത്തരത്തിൽ കാര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ ഉണ്ടാകാതിരുന്ന കെട്ടുറപ്പോടെയും ചിട്ടയോടുമോടെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പിൽ UDF നേതൃത്വവും ഒപ്പം കോൺഗ്രസും വയനാട്ടിൽ ഇറങ്ങിയത്. അത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലെ പോളിംഗ് ദിനത്തിൽ അതിന് സമാനമായ രീതിയിൽ വലിയൊരു പോളിംഗ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളേക്കാൾ കൂടുതൽ ഫണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എത്തിയതായും പ്രവർത്തകർ പറയുന്നുണ്ട്. ബൂത്തിലെത്താതെ പോയത് LDF വോട്ടാണെന്ന് UDF പറയുന്നു. പക്ഷേ NDA-യുടെ വോട്ടുകളും ഇത്തരത്തിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ, അതായത് സാധാരണഗതിയിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ LDF-ന് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷം കൃത്യമായ സംഘടനാ സംവിധാനത്തോടു കൂടിയുള്ള പ്രചരണങ്ങളാണ് നടക്കുക. പക്ഷേ ഇത്തവണ അതിന് സമാനമായ രീതിയിൽ LDF-ന്റെ ഭാഗത്ത് നടന്നിട്ടില്ല. പ്രചരണ പരിപാടികൾ വെട്ടിക്കുറച്ചത് അണികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും പൊതുവെ ഈ വോട്ടിംഗ് ശതമാനം, പോളിംഗ് കുറഞ്ഞതിൽ വലിയ ആശങ്കയിൽ തന്നെയാണ് വയനാട്ടിലെ ഈ എല്ലാ മുന്നണികളും. അരുൺകുമാർ, ഓക്കെ, താങ്ക് യു. ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.